ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായിട്ട് മാറാൻ വേണ്ടിയിട്ട് നാളെ എന്നെ പോലെ ഞാനൊരു സ്റ്റഡി അബ്രോഡ് സ്കാമിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ കേരള യുവജന കമ്മീഷനിലും ഇവിടുത്തെ പല MLA-മാരുടെ അടുത്ത്, പല യുവജന നേതാക്കളുടെ അടുത്ത്, അത് എല്ലാ പാർട്ടിയിലും യുവജന നേതാക്കളുടെ അടുത്തും പുറകെ ഫോൺ വിളിച്ചും വാട്സപ്പിൽ മെസ്സേജ് അയച്ചും കോൾ ചെയ്തും പോയി കണ്ടും ശല്യമായിട്ട് മാറിയിട്ടുണ്ട്. സ്കാമിൽ പെട്ടതെന്താന്ന് വെച്ചാൽ ഞാൻ പുറത്തേക്ക് അയർലൻഡിലേക്ക് പഠിക്കാനായിട്ട് സ്റ്റഡി അബ്രോഡ്, അവിടുത്തെ ഡബ്ലിൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസിനെ കൺസൾട്ട് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും, അവർ പറയുന്ന കോളേജിൽ അവർ പറയുന്ന കോഴ്സിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാം, ഒരു കുഴപ്പമില്ല, ഇതിന്റെ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെയാണ്, എല്ലാം സെറ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ എക്സ്പേർട്ട് ആണ്, ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഫീസ് അടച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞ ഇത് വലിയൊരു സ്കാമാണ്. ഇവർക്ക് നമ്മളെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കമ്മീഷൻ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക വരുമാനമൊന്നുമില്ല, നമ്മൾ റിജക്ട് ആയി പോയി കഴിഞ്ഞാൽ. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഈ വിസ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപയുടെ അടുത്ത് പൈസയായിട്ട് വാങ്ങിച്ചെടുക്കും. പിന്നെ നമ്മൾ തിരിച്ചൊക്കെ കിട്ടി, പൈസയൊക്കെ തിരിച്ചു കിട്ടി. പക്ഷെ എനിക്കൊരു നഷ്ടം വന്നു. അതായത് ഈ ഏജൻസി വാങ്ങിച്ചെടുത്ത പൈസയും ഈ നമ്മൾ വിദേശത്തേക്ക് പൈസ അയക്കുമ്പോൾ വരുന്ന ഡിഡക്ഷനും ഈ ഒരു വിസ ചാർജും ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു തവണ വിസ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു രാജ്യത്തേക്ക് വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് ഇവർ ഉണ്ടാക്കി തന്നിട്ടുള്ളതൊക്കെ ഫേക്ക് ഡോക്യുമെന്റ് ആണ്. അപ്പോ ഇത് വലിയൊരു ആരോപണമാണ്. ഇത് കേരളത്തിലെ ആക്സിസ് ബാങ്കും അതുപോലെ തന്നെ യെസ് ബാങ്ക് പോലുള്ള വലിയ വലിയ ബാങ്കുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രോബ്ലം ആണ്. ഏകദേശം ഒരു 3000-4000 കോടി രൂപയുടെ സ്കാമാണ് ഒരു കൊല്ലം കേരളത്തിൽ നടക്കുന്നത്. ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ ഇത്തരത്തിലുള്ള കമ്മീഷനുകളെയും പ്രതിനിധികളെ ഒക്കെ കണ്ടിട്ടുണ്ട്. പോലെ തന്നെ സ്കാമിൽ പെട്ട ആളുകളെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? ആയിരക്കണക്കിന് ആളുകളെ എനിക്കറിയാം. മുന്നോട്ട് വന്നിട്ടുള്ളത് വളരെ ചുരുക്കം ആളുകളാണ്. കാരണം അവർ മൃഗീയമായിട്ടുള്ള ഭീഷണിയാണ് നേരിടുന്നത്. കൊന്നുകളയെന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്, കത്തിച്ചു കളയുന്ന. ഈ ഒരു പർട്ടിക്കുലർ ഏജൻസി മാത്രമല്ല, ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഏജൻസികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് കുറെ അധികം ഏജൻസികൾ കേരളത്തിലുണ്ട്. അത് തന്നെ വലിയൊരു ടോപ്പിക്കാണ്. ഇവരെങ്ങനെ സ്കാം ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങളൊരു അഡ്വർടൈസ്മെന്റ് കണ്ട് ഇപ്പൊ ഇന്ന രാജ്യത്തേക്ക് ജോലി അവസരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണുവാണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാണുവാണ്. അതിൽ നിന്നും നിങ്ങൾ അവരെ കണക്ട് ചെയ്യുന്നതും അവർ നിങ്ങളെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് പ്രലോഭിപ്പിക്കുന്നതും നിങ്ങളെ കൊണ്ട് വിസ ഫില്ല് ചെയ്യിപ്പിക്കുന്നതും, ഇതിലൊക്കെ ഇടയിൽ ഒരുപാട് സ്കാമുകളും ചതികളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഇതിൽ ഇറങ്ങാത്ത ഒരാൾക്ക് ഒട്ടും മനസ്സിലാവില്ല. അപ്പോ അത് ബുദ്ധിപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് എന്റെ പൈസ പോയി കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇന്ന് ഞാൻ ഒരുപാട് കുട്ടികളെ സഹായിക്കുന്നു. വിദേശത്ത് പോകാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ആദ്യം തന്നെ എനിക്ക് മെസ്സേജ് അയക്കും. അപ്പൊ അതിനുശേഷം ഇതെങ്ങനെയുണ്ട്, കാര്യങ്ങൾ എങ്ങനെയുണ്ട്, ചോദ്യം ഒരു വെൽവിഷർ എന്ന രീതിയിൽ എന്താണ് ചോദ്യം. ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്സും സാഹചര്യങ്ങളും വെച്ച് എക്കണോമിയും വെച്ചിട്ട് അവർക്ക് 5 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ ഈ പർട്ടിക്കുലർ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ജോലി കിട്ടുമോ, അല്ലെ ഏത് കൺട്രിയിലായിരിക്കും ജോലി കിട്ടുക, ഇപ്പൊ ആ ക്യാമ്പസ് എങ്ങനെയുണ്ട്, അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ അവിടുത്തെ എക്കണോമി എങ്ങനെയുണ്ട്, അവിടുത്തെ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്, ഇന്ത്യ ആയിട്ടുള്ള ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്, അവിടുത്തെ രാജ്യങ്ങളിലെ എങ്ങനെയുണ്ട്, മിനറൽസ് എങ്ങനെയുണ്ട്, അവിടുത്തെ എനർജി സോഴ്സ് എന്തൊക്കെയുണ്ട്, ഏതൊക്കെ രാജ്യമായിട്ട് അവർക്ക് യുദ്ധം വരാം, ഇപ്പൊ ഏതൊക്കെ രാജ്യമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്, അവിടുത്തെ ആളുകളുടെ മൈൻഡ് സെറ്റ് എന്താണ്, അവരുടെ മേജർ ഇൻകം എന്താണ്, അവരുടെ എക്കണോമിയുടെ സ്റ്റെബിലിറ്റി എന്താണ്, അവിടെ ബൂം ചെയ്യാൻ പോകുന്ന എക്കണോമി എന്താണ്. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു രാജ്യത്തേക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പാടുള്ളൂ. അങ്ങനെ പഠിക്കാൻ പോയിട്ട് ഇങ്ങനത്തെ ഒരു പഠനങ്ങളും നടത്താതെ പഠിക്കാൻ പോയിട്ടുള്ളവരാണ് നമ്മൾ കാണാം. കുറച്ചുപേര് ആദ്യം പോയിട്ടുള്ളവർ രക്ഷപ്പെട്ടു, പിന്നീട് പോയിട്ട് രക്ഷപ്പെട്ടില്ല എന്നുള്ളൊരു ടാഗിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവലാണ്. അപ്പോ ഈ കേസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? അല്ല, ഞാൻ യുവജന കമ്മീഷനിലാണ് പരാതി കൊടുത്തത്. ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ് യുവജന കമ്മീഷൻ. അപ്പൊ ഞാൻ എനിക്ക് ഇത്തരത്തിലൊരു ചതി പറ്റി, ഒരു ഫേക്ക് കമ്മിറ്റ്മെന്റ് തന്ന് എനിക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അവരത് റെഡിയാക്കി തരും. ഇല്ല, എനിക്ക് ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും കൊടുക്കും. അപ്പോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യത്തേക്ക് ഒരാൾ വിസയ്ക്ക് വെക്കുന്നുണ്ട് എങ്കിൽ ആ വിസ ഓഫീസർ നോക്കുന്ന എന്താണ്, ഈ വരുന്ന ആള് അവൻ സ്വഭാവം നല്ലായിരിക്കണം. കാരണം അവിടെ പോയി കഴിഞ്ഞിട്ട് കൊല്ലാനും പിടിച്ചു പറിക്കാനൊന്നും പാടില്ല. അവന് കൃത്യമായിട്ട് സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, നാളെ മോട്ടിക്ക് ഇറങ്ങും. അപ്പൊ അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് നൽകുക എന്നതിന്റെ ബാധ്യതയിലാണ് അവർ ഇത്തരത്തിൽ വിസ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ കണ്ടീഷൻസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, കയറി പോവാം, ഞങ്ങൾ അതിനുള്ള ഡോക്യുമെന്റേഷൻ ചെയ്തു തരും എന്ന് ഞങ്ങൾ ഇതിൽ എക്സ്പേർട്ടാണ്, 14 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരാൾ വരുമ്പോ
നമ്മൾ തീർച്ചയായിട്ടും അവരെ ട്രസ്റ്റ് ചെയ്യണം. ഏതിലായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്? അതായത് ഇങ്ങനെ ഒരു സ്കാം കിട്ടിയത് അത് ഏതായിരുന്നു? ഞാൻ അയർലൻഡിലേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏജൻസി ഏതായിരുന്നു? ഏജൻസിയുടെ പേര് ഇപ്പൊ പുറത്ത് പറയാൻ പാടില്ല, കേസിലാണ്. അപ്പൊ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വക്കീല് പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോ ഹൈക്കോടതിയിലേക്ക് റിട്ട് സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഞാൻ ഇവിടെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അതിന് നിയമപരമായിട്ട് ഞാൻ ഡീഫം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറയുന്നത് എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ പാടില്ല, അതുകൊണ്ട് പാടില്ല. ഇപ്പൊ 2 കൊല്ലമായിട്ട് ഞാൻ വെളിപ്പെടുത്താതിരിക്കുകയാണ്. പക്ഷെ പിള്ളേരൊക്കെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേഴ്സണലി ചാറ്റ് ചെയ്തിട്ട് ഏതാണ് ഏജൻസി എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ഇത് ഞാൻ പഠിച്ചതിൽ വെച്ച് ഒരു ഏജൻസി മാത്രമല്ല, ഒരുപാട് ഏജൻസികൾ. ഞാൻ ഇതിന്റെ പേരിൽ പല ഏജൻസികളുടെയും വെബിനാറുകളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പലരുടെയും പ്രോഗ്രാമുകളിൽ, ഈവൻ എല്ലായിടത്തും ഞാൻ പോയിട്ട് നോക്കിയിട്ടുണ്ട്. ചില സ്ഥലത്ത് പോയിട്ട് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ചില സ്ഥലത്ത് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഏജൻസികളുടെ മോഡസ് ഓപ്പറാൻഡി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 100ഓളം വെബിനാറുകളിൽ, ഇവർ നടത്തുന്ന വെബിനാറുകളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എക്സ്പോകളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എക്സ്പോകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ എനിക്ക് ഏജൻസികളുടെ A to Z കാര്യങ്ങൾ, അവർക്ക് എങ്ങനെയാണ് റവന്യൂ സോഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അപ്പൊ ഇതിന്റെ അകത്ത് നല്ല ഏജൻസികളും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു കുട്ടികളെ ഇവിടുന്ന് രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് ആയിരിക്കും അവിടുത്തെ ഒരു നിയമം മാറുന്നത്. ആ സമയത്തും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള ഏജൻസിനൊക്കെ എനിക്കറിയാം. അല്ലാതെ കുട്ടികൾ ഇവിടുന്ന് കയറ്റി വിട്ട് കഴിയുമ്പോൾ കൈ ഒഴിയുന്ന ഏജൻസികൾ ഇഷ്ടം പോലെ ഉണ്ട്. കൂടുതൽ പേരും അങ്ങനെയാണ്. അപ്പോ എനിക്കിങ്ങനെ ഓരോ കൺട്രിയുടെയും പോളിസീസ് മാറുന്നു. വിദ്യാർത്ഥികൾക്ക് ഇവർ ജനറലി കൊടുക്കുന്ന എവിടെ പോയാലും രക്ഷപ്പെടും എന്നുള്ളൊരു സാധനമാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇപ്പൊ ഇവിടെ ഒരു നിയമം കൊണ്ടുവന്ന് പുറത്തേക്ക് പോകാനുള്ള കുട്ടികളുടെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡൈസേഷൻ വരാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു. ഓക്കെ, അത് ഗുഡ്. ഇതിന്റെ മേജർ പ്രോബ്ലം വേറെ കിടക്കും.